ആമേൻ. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തിരുവചനം കർത്താവ് എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിൽ അത് പങ്കുവെക്കുകയും അത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് രാത്രിയിലും ദൈവം നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവ് ഇന്നെനിക്ക് നൽകിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. Amen. Yes. Amen. Amen. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എനിക്ക് തന്ന ഒരു റീമ തിരുവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം, വചനത്തെ നിങ്ങൾ കേൾക്കണം, വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം, വചനത്തെ നിങ്ങൾ അനുഭവിക്കണം. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അവൻ ആലയത്തിൽ ചെന്നപ്പോൾ അവന് വായിക്കുവാൻ വേണ്ടി വചനം കൊടുത്തു. യെശയ്യാവിന്റെ പുസ്തകം എടുത്തു. അതിൽ 61-ാമത്തെ അധ്യായം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അത് വായിച്ചു. യേശു അത് വായിച്ചു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുട്ട് കണ്ണുകൾക്ക് സൗഖ്യം, പീഡിതന്മാർക്ക് മോചനം തുടങ്ങിയ കാര്യങ്ങൾ യേശുപ്പ അത് വായിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തിട്ട് പൊതുസഭയെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഈ വചനം ഇന്ന് കേട്ടത് കൊണ്ട് ഈ വചനത്തിന് ഇന്ന് നിവർത്തിയാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? സിമ്പിളാണ്. നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടില്ലേ? നിങ്ങളത് കേട്ടത് കൊണ്ട് ആ വചനം ഇന്ന് നിവർത്തിയാകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ വചനത്തിൻ്റെ ഒരു നിവർത്തി ഉണ്ടാകും. അതുകൊണ്ട് വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മേൽ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം അത് കേൾപ്പിക്കുന്നത്. ഇത്തവർക്ക് ആമേൻ പറയുന്നു. നിങ്ങൾക്ക് നല്ലൊരു പ്രസംഗം കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് കുറച്ച് ആമേൻ തോട്ട്സുകൾ കിട്ടാൻ വേണ്ടിയല്ല, കുറെ ആശയങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയല്ല. മറിച്ച് ആ വചനം നിങ്ങൾ കേൾക്കുന്നത് അത് പുസ്തകത്തിലിരിക്കാതെ നിങ്ങളുടെ അനുഭവത്തിൽ വന്ന് വെളിപ്പെടുവാനാണ് ആ തിരുവചനം നിങ്ങൾ കേൾക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ അതിനകത്തൊരു നിവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം നിവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് അതിന് ആമേൻ പറയുന്നു? നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വചനം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അസാധാരണ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിനകത്ത് നടന്ന സംഭവങ്ങൾ, നടന്ന അത്ഭുതങ്ങൾ, നടന്ന വഴിത്തിരിവുകളൊന്നും മാനുഷികമായോ ചിന്താപരമായോ ഒന്നും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ആമേൻ. അത്ഭുതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ വിധമാകുന്ന വഴിത്തിരിവുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ ഇടപെടലുകൾ ഇന്ന് രാത്രി ഇവിടെ നടക്കുമ്പോൾ വചനത്തിന്റെ കേൾവി മാത്രമല്ല, അതിന്റെ ഒരു നിവർത്തി. എത്ര പേര് ആമേൻ പറയുന്നു? നിവർത്തി നടക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ ഈ വചനം കേട്ടതുകൊണ്ട് ഇതിന് നിവർത്തി വന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ കഴുകുന്നതാണ്. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ ഉറപ്പിക്കുന്നതാണ്. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ മേൽ ദൈവം നിവർത്തിക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും അങ്ങനെ ചില നിവർത്തികൾ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അതുകൊണ്ട് തിരുവചനത്തിനകത്ത് നിങ്ങൾ കേൾക്കണം, തിരുവചനത്തെ കേൾക്കണം, വായിക്കണം, എന്നിട്ട് അത് നിങ്ങളുടേതാക്കി നിങ്ങൾ എടുക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കട്ടെ, അങ്ങനെ ചില കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, അത്ഭുതങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് വൃഥാവാണ്. ആമേൻ, ആമേൻ. ഇതിനകത്ത് നിങ്ങൾ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വചനവുമായി നിങ്ങൾ കൂട്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, യേശുവുമായി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുമായി നിങ്ങൾ തുടർന്നിട്ടുണ്ടെങ്കിൽ, ജീവിതം ഒരിക്കലും പഴയ നിലയിൽ തുടരാൻ കഴിയത്തില്ല. ജീവിതം ആകമാനം മാറിയിരിക്കും. ഇന്ന് രാത്രിയിലും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ മുട്ടുകൾക്ക് മുട്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ മുട്ട് ചിരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ പെയിൻ, അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കാൻ എന്നെ കാണിക്കുന്നു. ആമേൻ, 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 ആമേൻ. കൈകളെ ഉയർത്തി ഞാൻ ലാസ്റ്റ് ഇതിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. ആമേൻ. പെട്ടെന്ന് വചനം പറഞ്ഞപ്പോൾ ഹോളി സ്പിരിറ്റിനെ ഓർപ്പിച്ചത് കൊണ്ടാണ്, സ്തോത്രം, ആമേൻ, ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ രാമയം പറഞ്ഞാട്ടെ. കാരണം ദൈവം മരിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രായമായിട്ടില്ല, പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കരം ഇന്നും ചലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രിയിലും ഇവിടെ നടക്കും. അത്ഭുതങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുക, വിടുതലുകളെ നിങ്ങൾ പ്രതീക്ഷിക്കുക, അത്ഭുതങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അപ്പോൾ ഇന്നത്തെ ഒരു ദൂതിതാണ്, നിങ്ങൾ യേശുവുമായിട്ട് അടുക്കൽ വന്നാൽ നിങ്ങൾ ചില അതിശയങ്ങൾ കാണും. ആമേൻ പറയാമോ? ഒന്നാമത്തെ ദൂതാണ്, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നാൽ പറഞ്ഞോ അതിശയങ്ങളെ കാണും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങൾ ഞെരുങ്ങുന്ന ഇടങ്ങളിൽ അതിശയങ്ങൾ കാണും. ആമേൻ പറയാമോ? അതിശയങ്ങൾ കാണും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്താ ഇന്നത് പങ്കുവെക്കുവാൻ കർത്താവിനോട് പറയുന്നു, ഇതിനകത്ത് ചില കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾക്കറിയാം ഈ സാഹചര്യം, ഈ അനുഭവം അറിയാം. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയിൽ തുടരുന്ന ഒരു പത്രോസിന്റെ പടകിന്റെ അടുക്കിലേക്ക് അവൻ വിളിക്കാതെ, അവൻ ക്ഷണിക്കാതെ നസ്രയൻ നടന്നു വരികയാണ്. അതെ, തകർന്നിരിക്കുന്നവൻ എവിടെയുണ്ടോ അവിടെ അവൻ ചെല്ലും. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. വചനം പറയുന്നു, മനസ്സ് തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് ഇതിനകത്ത് തകർന്നിരിക്കുന്നവരുണ്ടോ? നിന്റെ അടുക്കൽ കർത്താവ് വരും. നിന്റെ അടുക്കൽ കർത്താവ് വരും. കുടുംബത്തിനകത്തോ, വ്യക്തിപരമായ ജീവിതത്തിനകത്തോ, തലമുറയുടെ വിഷയത്തിനകത്തോ നീ തകർന്നിരിപ്പുണ്ടോ? നിന്റെ അടുക്കൽ കർത്താവ് വന്നിരിക്കും. വിശ്വസിക്കുന്ന രാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത പത്രോസിന്റെ അടുക്കിലേക്ക് യേശു വന്നു. ഹല്ലേലൂയ. യേശു വന്നിട്ട് അവനോട് പറഞ്ഞു, നിന്റെ പടകൽപ്പം ഒന്ന് മാറ്റണം. സ്തോത്രം. നിന്റെ പടക് എനിക്കൊന്ന് തരണം. യേശു അവന്റെ പടകിൽ കയറിയിരുന്ന് ജനത്തോട് ശുശ്രൂഷിച്ചു. ജനത്തിന് ഇങ്ങനെ വചനം പറഞ്ഞു കൊടുത്തു. ഈ വചനം പറഞ്ഞു കൊടുക്കുമ്പോഴും പത്രോസിനത് കേൾക്കാൻ, ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ദൈവം അത് നോക്കുന്നില്ല. യേശു അത് നോക്കുന്നില്ല. യേശു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആമേൻ. ഹല്ലേലൂയ. ഇവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. അവനത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അവനത് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ ചില വേദനകളുടെ നടുവില. പക്ഷെ കർത്താവ് അവൻ വേദനയിലായതുകൊണ്ടും അവൻ ദുഃഖത്തിലായിരുന്നു കൊണ്ടും വചനം പറയുന്നത് നിർത്തിയില്ല. വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നീ ചില വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, ചില രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അതുകൊണ്ട് നിനക്ക് ആദ്യം ദൈവം തരുന്നൊരു വിടുതലല്ല, അവൻ ആദ്യം നിനക്ക് തരുന്നത് വചനമാണ്. നീ വചനം കേൾക്കണം. നീ വചനം കേട്ടേ പറ്റൂ. നിന്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നീ വചനം കേൾക്കണം. നിന്റെ തലമുറയിലും പ്രശ്നമുണ്ടെങ്കിലും നീ വചനം കേൾക്കണം. നീ രോഗിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നെങ്കിലും നീ വചനം കേൾക്കണം. നീ തകർന്നവളായിട്ടാണ് വന്നിരിക്കുന്നെങ്കിലും നീ വചനം കേൾക്കണം. നിനക്ക് മറുപടിയില്ലാത്ത വിഷയങ്ങളുമായിട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നെങ്കിലും നീ വചനം കേൾക്കണം. അടുത്ത ദിവസം ജപ്തി നിനക്കുണ്ടെങ്കിലും നീ വചനം കേൾക്കണം. നിന്റെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലാണെങ്കിലും നീ വചനം കേൾക്കണം. വചനം കേട്ടേ പറ്റൂ. കാരണം ദൈവം വചനത്തിലൂടെ നിന്റെ ലൈഫിനെ പണിയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് പറയാനുണ്ട് ചില കാര്യങ്ങൾ. എത്ര പേർ സ്തോത്രം ചെയ്യുന്നു? ദൈവത്തിന് പറയാനുണ്ട് ചില കാര്യങ്ങൾ. ദൈവത്തിന് പറയാനുണ്ട് ചില കാര്യങ്ങൾ. ഇന്ന് ഇതിന്റെ നടുവിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും, പ്രതിസന്ധികൾ ഉള്ളപ്പോഴും, രോഗം ഉള്ളപ്പോഴും, തകർച്ച ഉള്ളപ്പോഴും നീ വചനം കേൾക്കുകയാണെങ്കിൽ ഈ വചന കേൾവിയുടെ അവസാനം നീ ചില ആശ്ചര്യ കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ആമേൻ. ആമേൻ. എത്ര പേർ ചേർന്ന് കർത്താവിന് ഒരു ആരാധന കൊടുക്കുന്നു? കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് വചനം പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് കർത്താവ് ഇങ്ങനെയാ ചെയ്യുന്നേ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നു, അവൻ പുരുഷാരത്തെ കണ്ട് മലമേൽ കയറി തിരുവായി മൊഴിഞ്ഞ് അവരോട് സംസാരിച്ചു. വന്നതാരാ? അതിന്റെ തൊട്ടുമുകളിൽ നോക്കിയാൽ വചനം കേൾക്കാൻ വേണ്ടി പ്രിപ്പയർഡായി വന്നവരാരുമല്ല. വന്നവർ നാനാവിധ രോഗം പിടിച്ചവർ, പിശാച് പിടിച്ചവർ, ബാധ പിടിച്ചവർ, ഭൂതഗസ്തന്മാർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരും അവന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. പക്ഷെ അവരെ കണ്ടിട്ട് തൊടുകയല്ല കർത്താവ് ചെയ്യുന്നത്. ആമേൻ. സൗഖ്യമാക്കുകയല്ല ചെയ്യുന്നത്. ആമേൻ. അതിന്റെ അവിടെ ഉണ്ടെങ്കിലും ആ ജനത്തെ കണ്ടിട്ട്, ആ പുരുഷാരത്തെ കണ്ടിട്ട് അവൻ മലമേൽ കയറി അവരോട് വചനം പറയുകയാണ്. വചനം പറയുകയാണ്. ചിലതൊക്കെ നിങ്ങൾ കേൾക്കണം, ചില ദൂതുകൾ കേൾക്കണം. ആ പ്രസംഗം 5, 6, 7 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്നു. എന്നാൽ 8, 9 അധ്യായങ്ങൾ നോക്കിയാൽ സ്തോത്രം, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരേ, സ്തോത്രം, അവൻ കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു, കർത്താവിനെ സൗഖ്യമാക്കി. 12 വർഷം രക്തസ്രാവമുള്ളവനെ ഉള്ളവളെ സൗഖ്യമാക്കി. ആമേൻ. കുരുടന്മാരെ സൗഖ്യമാക്കി. അടുത്ത 2 അധ്യായങ്ങൾ നോക്കിയാൽ അത്ഭുതങ്ങളുടെ പരമ്പരകളാണ്. ഹല്ലേലൂയ. പക്ഷേ അതിന് തൊട്ടു മുമ്പ് അവൻ വചനം പറഞ്ഞു, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അവൻ ആമേൻ അവരെ സൗഖ്യമാക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേൾക്കണം. വചനം എന്താണ്? അത് ദൈവത്തിന്റെ വഴിയാണ്. വചനം എന്താണ്? അത് ദൈവത്തിന്റെ ഹൃദയമാണ്. വചനം എന്താണ്? ദൈവത്തിന്റെ പദ്ധതികളാണ്. വചനം എന്താണ്? അത് ദൈവം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവൻ വഴിതെറ്റി പോകയില്ല. വചനത്തിന്റെ കൂടെ ഇരിക്കുന്നവൻ തകർന്നു വീഴത്തില്ല. വചനത്തെ ധ്യാനിക്കുന്നവൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. സ്തോത്രം. അവന്റെ നേരെ ഒരു പുരുഷനും നേരെ നിൽക്കത്തില്ല. അവൻ കൃതാർത്ഥനാകും, അവൻ സക്സസ് ആകും. ഓ, ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, തിരുവചനവുമായി ഒരഭേദ്യ ബന്ധം ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവ് പകരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആമേൻ പറയുന്നു?
മനസ്സിലായില്ലെങ്കിലും പൊരുൾ തിരിയുന്നില്ലെങ്കിലും വചനത്തിന്റെ കൂടെ ഇരിക്ക്. വചനത്തിന്റെ കൂടെ ഇരിക്ക്. അത് ദൈവത്തിന്റെ ഹൃദയമാണ്. അല്ല, അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. 3 ആമേൻ അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവഹൃദയം, ദൈവ പദ്ധതികൾ, ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് കർത്താവ് പറയുകയാണ്. അതിനുശേഷം ആ ജനത്തെ മുഴുവൻ അവൻ സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണാം, യേശു ഇതേപോലെ തന്നെ ചെയ്യുന്നു. ശിഷ്യന്മാരോട് പറയുക, ഈ ജനം 3 നാളുകളായി എന്റെ കൂടെ ഇരിക്കുന്നു. ആമേൻ. ഈ ജനം 3 നാളായി എന്റെ കൂടെ ഇരിക്കുന്നു, എന്റെ കൂടെ തുടരുന്നു, എന്റെ കൂടെ ഇരിക്കുകയാണ്. 3 നാൾ കൂടെ ഇരുന്നവരെ കുറിച്ച് മനസ്താപം കർത്താവ് കാണിച്ചെങ്കിൽ, ഈ 21 ദിവസങ്ങൾ യേശുവിന്റെ കൂടെ ഇരിക്കുന്ന നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യത്തില്ലേ? വാതിലുകൾ തുറക്കത്തില്ലേ? അതിശയങ്ങൾ നടക്കത്തില്ലേ? യേശുവിന്റെ നാമത്തിൽ ആമേൻ. നീ വിശ്വസിക്ക്. ഈ ദൈവം മനസ്താപമുള്ള ദൈവം, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ഈ ദൈവം അടയാളങ്ങളുടെ ദൈവം. കൈകളെ ഉയർത്തി യേശുവിന് ഒരു ആരാധന കൊടുക്കുക. 3 ദിനങ്ങൾ യേശു അവരോട് വചനം പറഞ്ഞു. 3 ദിനങ്ങൾ ദൈവത്തിന്റെ ഹൃദയം പറഞ്ഞു. ഒരത്ഭുതവും ചെയ്തില്ല. വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആമേൻ. വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ 3 നാളുകളും ജനം കേട്ടുകൊണ്ടിരുന്നു. നാമം പറയാൻ പറ്റുമോ? കേട്ടുകൊണ്ടിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഈ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭാരം മാറി. ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ വേദനകൾ മാറി. ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ ഇരുന്ന സ്ഥലം മറന്നു, അവർ സങ്കടങ്ങൾ മറന്നു. ഞാൻ ആത്മാവിൽ പറയാം, ദൈവവചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സ് സ്വസ്ഥമാകും, നിന്റെ ഹൃദയം ഫ്രീ ആകും, നിന്റെ ആകുലങ്ങൾ മാറും, നിന്റെ വേദനകൾ നീങ്ങിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുള്ള ആകുലങ്ങൾ മാറട്ടെ, ഇതിനകത്തുള്ള ദുഃഖങ്ങൾ മാറട്ടെ, ഇതിനകത്തുള്ള തകർച്ചകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാറട്ടെ. ആമേൻ. വചനം പറഞ്ഞ ശേഷം ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, സ്തോത്രം, ഇവരെ ഇങ്ങനെ വിടരുത്. ആമേൻ പറയാമോ? ഇവരെ ഇങ്ങനെ വിടരുത്, ഇവരെ ഇങ്ങനെ വിടരുത്, ഇവരെ രോഗത്തോടെ വിടരുത്, ഇവരെ വിശപ്പോടെ വിടരുത്, ഇവരെ സങ്കടത്തോടെ വിടരുത്, ഇവരെ ആദിയോടെ വിടരുത്. നാം ചിലത് ചെയ്തേ പറ്റൂ. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ലൈഫിൽ ചില വൽകാര്യങ്ങൾ ചെയ്യാൻ സ്വർഗത്തിൽ ഒരു ആലോചന നടക്കുന്നുണ്ട് കേട്ടോ. സ്വർഗത്തിൽ ഒരു ആലോചന നടക്കുന്നുണ്ട് കേട്ടോ. സ്വർഗം ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിന്നെ കുഴിയിൽ നിന്ന് കയറ്റാൻ, നിന്റെ രോഗത്തിൽ നിന്ന് കയറ്റാൻ, നിന്റെ വേദന കയറ്റാൻ ചില ആലോചനകൾ ഞാൻ ആത്മാവിൽ പറയുന്നു. നീ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന്, നീ കിടക്കുന്ന ഇടത്തിൽ നിന്ന്, നീ വേദനിക്കുന്ന ഇടത്തിൽ നിന്ന് നിന്നെ പിടിച്ച് കയറ്റാൻ ചില ആലോചനകൾ ദൈവം നടത്തുന്നു. ദൈവം നടത്തുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി വിശ്വസിക്കുന്നവർ ഈ ദൂത് സ്വന്തമാക്കുക. ചൂടവനാദം, ഭത്തലമർത്തം, ചാലകരത്തം, ദീപിനിയത്തം, ചേരികരത്തം, വൈടുകരത്തം, ഓ വൈതിരിമച്ച സാധനഘട്ടം, ധൈര്യരച്ചം, ദൂരികരത്തം. നിനക്ക് വേണ്ടി ചില ആലോചനകൾ നടക്കുന്നു. നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഹാമാൻ നിനക്ക് തകർക്കാൻ വേണ്ടി ചിലതൊക്കെ ഒരുക്കുമ്പോൾ ദൈവം ചില ആലോചനകൾ നിനക്കായി വെളിപ്പെടുത്തുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിന്നെ പിടിച്ചുയർത്താൻ, നിന്നെ പിടിച്ചുയർത്താൻ, നിന്നെ പിടിച്ചുയർത്താൻ, നീ കിടക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ കയറ്റാൻ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ, നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ചില ആലോചനകൾ, ചില ആലോചനകൾ. എത്ര പേർ വിശ്വസിക്കുന്നു? കൈകളെ തട്ടി ഈ ദൂത് സ്വീകരിക്കുക.
എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യുന്നു, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ചിലരുടെ വിടുതലിന് വേണ്ടി ആലോചനകൾ നടക്കുന്നു, ചിലരോട് സംസാരിച്ചിരിക്കുന്നു കേട്ടോ, ചിലരോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. നിനക്ക് വേണ്ടി ചിലരോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ, ആമേൻ. നിറവയറുമായി യാത്ര ചെയ്യുന്ന മറിയേ സ്തോത്രം. യോസേഫേ, നിനക്ക് കരുതുവാൻ വേണ്ടി 3 രാജാക്കന്മാരോട് ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിന്നെ സഹായിക്കാൻ, നിന്നെ കൈപിടിക്കാൻ, നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ചിലരോട് സംസാരിച്ചിരിക്കുന്നു. Come on, church, receive the word of God, receive the prophecy. Brother Katalaba, Lasa Katalarave, Shatariare, Shatariare, Shaturiare. Asle, ചിലരോട് ദൈവം സംസാരിച്ചു കഴിഞ്ഞു കേട്ടോ, ചിലരോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞു കേട്ടോ. ഈ മിനിസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുവാൻ, ഈ മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ചിലരോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ പറയുന്നു, വിശ്വസിച്ചേറ്റെടുത്തോ, വിശ്വസിച്ചേറ്റെടുത്തോ, വിശ്വസിച്ചേറ്റെടുത്തോ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമമേ, ആശ്ചര്യമായ നാമമേ. തുടരുക. ഓ അത്ഭുതമായ, ഓ അതിശയമായ, ഓ ആശ്ചര്യമായ, ഓ അധികാരമുള്ള, ഓ അത്ഭുതമായ റബഖവലവദുരിമിരിയേ ശബ്ദുരിമിരികതലേ പ്രിയലവദുലവ ആരാധിക്കുക. ഓ അത്ഭുതമായ ശബ്ദരേ ശബോ കലവദലവദുരിമിരികതലേ ചുടവേ അത്ഭുതമായ, ഓ ചുടവാടവേ റിബേ 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 വികലവരവ ശബ്ദരേ നാമമേ, ആശ്ചര്യമായ നാമമേ, ഓ അത്ഭുതമായ, ഓ അധികാരമുള്ള യേശുവേ, 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 യേശുവേ. Receive the word of God, Appa. Receive. Oh, Yeshua, Yeshua. Rikavaramato, Rikavasiko, Yeshua. Adyenum andyenumayone, ജീവനുറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ, ആദ്യനും അന്ത്യയോനെ, ജീവനുറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഓ യേശുവേ, യേശുവേ, യേശുവേ,
സ്തുതിക്ക്, നീ സ്തുതിക്ക്. തീ പിടിക്കണം. യേശുവേ യേശുവേ ഹല്ലേലൂയ. Hallelujah. Hallelujah. Amen. Amen. വിശ്വസിക്കുന്നുണ്ടോ? വചനം ദൈവം സംസാരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? വചനം കേട്ടുകൊണ്ടിരുന്നവരെ കുറിച്ച്, 3 ദിനങ്ങളായി കൂടെ ഇരുന്നവരെ കുറിച്ച് യേശു പറയുക, ഇങ്ങനെ വിടരുത്, ഇതിനെ ഇങ്ങനെ വിടരുത്. ആമേൻ. നിന്റെ കുടുംബത്തെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. രോഗത്തിലും ഭാരത്തിലും തകർച്ചയിലും പരാജയത്തിലും നിന്റെ കുടുംബത്തെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. തകർച്ചയിലും കുടുംബ പ്രശ്നത്തിനകത്തും ഡിസ്യൂണിറ്റിക്കകത്തും നിന്റെ കുടുംബത്തെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. വഴിയിൽ തകർന്നു പോകുന്ന നിലയിൽ നിന്നെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. ക്ഷീണിച്ചു വീഴുന്ന നിലയിൽ നിന്നെ വിടാൻ പദ്ധതിയില്ല. പദ്ധതിയില്ല, പദ്ധതിയില്ല. നീ ഇറങ്ങി തിരിച്ചത് പൂർത്തീകരിക്കണം. നീ ഇറങ്ങി തിരിച്ച എന്തിന് ഇറങ്ങി തിരിച്ചോ നീ അവിടെ എത്തണം. ഇടവഴിയിൽ നീ തകരരുത്. നിന്നെ കുത്തി കീറുന്ന കള്ളന്മാരുണ്ടാകാം, നിന്റെ ശരീരത്തെ മുറിക്കുന്ന ദുരാത്മ മണ്ഡലം ഉണ്ടാകാം. പക്ഷെ ഇന്നൊരു നല്ല ശമരിയക്കാരനായി നീ മുറിഞ്ഞ് കിടത്ത് നിന്ന് നിന്നെ സത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല ശമരിയക്കാരൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. വഴിയിൽ തകർന്ന ചിലർ ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിൽ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അവരെ എടുത്തുകൊണ്ടു പോകുന്നു. കൈകളെ ഒന്ന് താട്ടി ദൈവത്തെ സ്തുതിക്ക്. In the mighty name, in the mighty name, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Come on, shakatalaba. Hallelujah. Amen. ഞാനത് ഇങ്ങനെ നിങ്ങള് തിരുവചനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു വചനം വായിച്ചത്. ഇത് വായിച്ചിട്ടും ചിലരെല്ലാം ഇപ്പോഴും ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ആമേൻ. ഐ ആം സോറി. നിങ്ങൾ കേൾക്കുന്ന വചനം അതിന് നിവർത്തി വന്നിരിക്കുന്നു. നിവർത്തിക്കുന്ന വചനം ഇവിടെ പറയുന്നു. നിന്നെ ഇങ്ങനെ വിടത്തില്ല. ഒരാലോചന നടക്കുന്നു. നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾക്കുള്ള ആലോചനകൾ നടക്കുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി ചില വിടുതലിന്റെ ആലോചനകൾ നടക്കുന്നു കേട്ടോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ നടക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ മേൽ ചില ദൈവപ്രവർത്തികൾ നടക്കണമെന്നുള്ള ആലോചനകൾ നടക്കുന്നു. മാതാവേ, നീ കരഞ്ഞ നിന്റെ തലമുറയുടെ വിഷയത്തിന് ചില ദൈവപ്രവർത്തികൾ നടക്കാൻ ആലോചനകൾ നടക്കുന്നു. നീ വിശ്വസിച്ചിന്ന് പകൽ ഏറ്റ രാത്രി എടുക്കുമോ? നിന്നെ ഇങ്ങനെ വിടത്തില്ല, നിന്നെ ഇങ്ങനെ വിടത്തില്ല, നിന്റെ കുടുംബത്തെ ഇങ്ങനെ വിടത്തില്ല. പിതാവേ, ഇന്ന് രാത്രിയിൽ ദൂതേറ്റെടുക്ക്. ചിലത് നടക്കുന്നു, ചില വഴികൾ തുറക്കുന്നു. ഈ ഫാസ്റ്റിംഗിന് ശേഷം അത്ഭുതങ്ങൾ ചിലർ കാണാൻ പോകയാ. കുടുംബത്തിനകത്ത്, തലമുറയുടെ അകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അവരെ തകർക്കുന്ന, അവരെ നശിപ്പിക്കുന്ന, അവരെ ഉടച്ചു കളയുന്ന ചില പ്രശ്നങ്ങളെ ദൈവം തകർക്കുന്നു, ദൈവം ഉടയ്ക്കുന്നു. In the mighty name of Jesus.
തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. മതി നിന്റെ കുടുംബം തകർന്നത്, മതി നിന്റെ തലമുറ തകർന്നത്, മതി നിന്റെ ദേശത്ത് നീ തലകുനിക്കപ്പെട്ടത്. പുറത്തു വരിക. ഹല്ലേലൂയ. എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു സത്യമായ യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെക്കാം. എനിക്ക് ഒത്തിരി വർഷത്തെ പരിചയമൊന്നുമില്ല. ഞാൻ മിനിസ്ട്രിയിലായിട്ട് ഇപ്പോൾ 28 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇത്രയും നാളത്തെ എൻ്റെ ഒരു പരിചയം ഞാൻ പറയാം. നിങ്ങളൊരു വചനത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വചനം അനുഭവിക്കത്തില്ല. കേട്ടോ? എന്നിട്ട് പറയാം, നിങ്ങളൊരു വചനത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വചനത്തെ അനുഭവിക്കത്തില്ല. നിങ്ങളൊരു വചനത്തെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ വചനം അനുഭവിക്കും. നമ്മൾ ചില വചനങ്ങളൊക്കെ ചില വ്യക്തികളോടുള്ള കലിപ്പ് നിമിത്തം നമ്മളതിനെ അങ്ങ് വികലമാക്കി കോമഡിയാക്കി കളയും. കേട്ടില്ല? ചില വ്യക്തികളോടുള്ള ദേഷ്യ നിമിത്തം, ചില വ്യക്തികളെ തോൽപ്പിക്കാൻ വേണ്ടി ചില വചനത്തെ നമ്മൾ അങ്ങ് എന്ത് ചെയ്യും? അപഹാസ്യമാക്കും. അവർ വന്ന് കയറി ഉടനെ പറയും, നീ വാലല്ല തലയാകും. നമ്മൾ ആ വചനത്തെ അപഹാസ്യപ്പെടുത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? എന്നും നമ്മൾ വാലായിട്ടിരിക്കും, തലയാകത്തില്ല. കാരണം നിങ്ങൾ ആ വചനത്തെ തള്ളിക്കളഞ്ഞു. മനസ്സിലായില്ല? നിങ്ങൾ ആ വചനത്തെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. ആമേൻ. എന്താ ഈ ദൂതിന്റെ അർത്ഥം? ഇതാര് പറഞ്ഞതാ? ഇതാര് പറഞ്ഞതാ? ഇവിടുത്തെ ഏതെങ്കിലും പ്രോസ്പെരിറ്റി പ്രീച്ചർ പറഞ്ഞാണോ? പറ. ഇവിടുത്തെ ഏതെങ്കിലും കൾട്ട് വ്യക്തി പറഞ്ഞതാണോ? ആര് പറഞ്ഞതാ? അതാ എനിക്ക് കേൾക്കണ്ടേ. ആര് പറഞ്ഞതാ? ദൈവം പറഞ്ഞ വചനമാ. ആ വചനം എടുത്ത് നീ കളിയാക്കുന്ന എന്തിനാ? അത് സോക്രട്ടീസോ വേറെ ആരെങ്കിലും പറഞ്ഞ നീ അത് കളിയാക്കിക്കോ. പക്ഷേ അഗ്നിജ്വാലയ്ക്ക് നടുവിൽ നിന്ന് ദൈവം ഇടപെട്ട വചനം നീ എടുത്ത് കളിയാക്കല്ലേ. നീ കളിയാക്കിയാൽ ആ വചനം അടയപ്പെടും. ഏതെങ്കിലും വചനങ്ങൾ അറിവില്ലായ്മയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന്റെ നന്മ അനുഭവിക്കത്തില്ല. ആമേൻ. ദൈവമാണോ പറഞ്ഞത്? അത് എടുത്തോണം. ലോകത്തിലുള്ളതൊന്നും നിനക്ക് വേണ്ട. കേട്ടില്ല? ലോകത്തിലുള്ളതൊന്നും നിനക്ക് വേണ്ട. പിശാച് തരുന്ന ഒന്നും നിനക്ക് വേണ്ട. പക്ഷെ ഈ വചനം പറഞ്ഞിട്ടുണ്ടോ? അത് നിന്റെ ഇൻഹെറിറ്റൻസ് ആയി നീ എടുക്കണം. ആമേൻ. എന്റെ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ അറിഞ്ഞ സത്യമാണിത്. വചനത്തെ കളിയാക്കരുത്. ആമേൻ. നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കുമെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നീ വിശ്വസിക്കണം. നിന്റെ വീട്ടിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് വരുന്ന വെട്ടുപലിശക്കാരൻ പിന്നെ വീട്ടിൽ കയറത്തില്ല, വരത്തില്ല. ആര് നിർത്തും? ഈ വചനത്തിന്റെ അഗ്നി അവനെ വീട്ടിൽ നിന്ന് ഓടിക്കും. കാരണം വചനം പറയുന്നു നീ വാങ്ങത്തില്ല. ആമേൻ. ഇതിന് ശക്തിയില്ലെങ്കിൽ, ഇതിന് പവർ ഇല്ലെങ്കിൽ, ചാണകം മെഴുകിയ ഓല കൊണ്ട് മറച്ച നമ്മുടെ പിതാക്കന്മാർ നിടന്ന വീടുകളൊക്കെ എന്താ ഇങ്ങനെ വലുതായി പൊങ്ങി വന്നേ? അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമുണ്ട്. അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം തന്നെയാ. കൈ ഉയർത്താൻ പറ്റുന്നവർ കൈ ഉയർത്തി വചനത്തിന് നന്ദി പറയണം. ആമേൻ. ഹല്ലേലൂയ. എത്രപേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വചനത്തെ കണ്ണുമടച്ച് വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരം വചനമായിരിക്കണം. നിങ്ങളുടെ ആകത്തുക, നിങ്ങളുടെ ബാങ്കുകളുടെ ഡിപ്പോസിറ്റ് വചനമായിരിക്കണം. വചനം അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. പോരാ, അത്ഭുതങ്ങളെ ഇതാരുടെ കണ്ണടച്ച് ഈ ബെന്തക്കോസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം
പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് കണ്ണടച്ചിട്ട് സായിപ്പ് പൈസ കൊടുത്തൊന്നുമല്ല, വചനത്തെ കണ്ണുമടച്ച് വിശ്വസിച്ചു. ആമേൻ. ഏതുവഴി എങ്ങനെ എന്നറിയത്തില്ല. അവർ ബലപ്പെട്ടു, ധൈര്യപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും ആ ദൈവം ഉണ്ടെന്നേ. നിന്റെ അറിവ് വളരണം, നിന്റെ ബുദ്ധി വളരണം. അത് ദൈവവചനത്തെ തെറ്റിക്കുന്ന വളർച്ചയാകരുത്. പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്ത് ദൈവമക്കളെ. എന്തിനാ ഞാനിത് പറയുന്നത് എനിക്കറിയില്ല. ചില ഏറിയകളെ നിങ്ങൾ, ചില വചനത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞതിനെ തിരിച്ചു പിടിക്കണം, കളിയാക്കിയതിനെ തിരിച്ചു പിടിക്കണം. മത്തായിയോട് മർക്കോസിനോടുള്ള അവൻ ദേഷ്യം വചനത്തെ കൊണ്ട് തീർക്കരുത്. ആമേൻ. അവന്മാര് വന്ന് കയറി ഉടനെ പിന്നെ ഇതേ പ്രസംഗിക്കത്തുള്ളൂ. അത് വചനം ഉള്ളത് കൊണ്ടല്ലേ പ്രസംഗിക്കുന്നേ. ആ വചനത്തെ മുറുകെ പിടിച്ചാൽ അതിന്റെ നന്മ നമ്മൾ അനുഭവിക്കും. കൈ ഉയർത്തിക്ക ദൈവമക്കളെ. പോരാ, ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഈ വചനത്തിന് ഇന്ന് നിവർത്തി വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഭയങ്കര അത്ഭുതങ്ങൾ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. വചനം കേട്ട് കഴിഞ്ഞപ്പോ ആ ജനത്തെ നോക്കി ഒരു ആലോചന. ഇവരെ വെറുതെ വിടരുത്, ഇവരെ ഇങ്ങനെ വിടരുത്. എനിക്ക് സഹതാപം തോന്നുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ട് സഹതപിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമുക്ക് കൊടുക്കണം. കേട്ടില്ല, നമുക്ക് കൊടുക്കണം. ഇവർക്ക് നമ്മൾ ആഹാരം കൊടുക്കണം. എത്ര പേര് ദൈവത്തിന് ആരാധന കൊടുക്കുന്നു? നിങ്ങളെ സഹായിക്കാൻ ഒരു ആലോചന നടക്കുന്നുണ്ട്. നിങ്ങൾ വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ ഒരു ആലോചന നടക്കുന്നുണ്ട്. അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ. നീ തകരരുതെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആമേൻ പറ. നീ ആത്മീയത്തിൽ തകരരുതെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ ചില തകർച്ചകളെ പരിഹരിക്കുന്ന രാത്രിയാണെന്ന് കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഏറ്റെടുക്കാമോ? നിന്നെ വഴിയിൽ തകർക്കാൻ വേണ്ടിയുള്ള പൈശാചിക ആലോചനകളെ ദൈവം തകർത്ത് കളയുന്നൊരു രാത്രിയാണെന്ന് ഇന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നു. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നീ നിന്റെ ഓട്ടം തികയ്ക്കും. നീ നിന്റെ ഓട്ടം തികയ്ക്കും. നീ നിന്റെ വിശ്വാസം കാക്കും. നീ നിന്റെ പോരാട്ടം പൂർത്തീകരിക്കും. നിന്റെ വാഗ്ദത്തത്തിൽ നീ എത്തും. നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. നിന്നെ അതിന്റെ നടുവിൽ അഭിഷേകത്തിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും ആമേൻ ദൈവകൃപയിൽ നിന്നും നിന്നെ തകർക്കുന്ന പൈശാചിക തലങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ വിട്ടിയട്ടെ. സഭ ഒരുമിച്ച് നിന്റെ ആമേൻ പറഞ്ഞേ. പറയാമോ? ഞാൻ വഴിയിൽ തകരാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു നോക്ക്. എനിക്കില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറയാൻ വാ അറിയാതെ പൊങ്ങുമല്ലോ. ഇതങ്ങ് പറ. തകരാൻ ദൈവം അനുവദിക്കത്തില്ല. തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നെഗറ്റീവ് പറയാൻ എന്ത് ഊർജവാ അല്ലേ? നെഗറ്റീവ് പറയാൻ എന്ത് ഊർജവാ. വീട്ടിലൊക്കെ കെട്ടിയവന്മാരൊക്കെ അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിറങ്ങും. ഉറക്കം പിടിക്കുമ്പോഴേ കയറി വരത്തുള്ളൂ. കാരണം നെഗറ്റീവ് കേൾക്കാൻ പറ്റത്തില്ല. തിരിച്ചും മറിച്ചും. ഹല്ലേലൂയ. എന്നാ ചെയ്യും, എങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എല്ലാം തീർന്നു. വാ തുറന്ന് പറ. തകരത്തില്ല. കർത്താവ് നാട് സഹായിക്കും. കർത്താവ് വഴി തുറക്കും. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പറ. ഓ, എന്റെ ദൈവം കൈവിടത്തില്ല. ഞാൻ യേശുവിന്റെ കൂടെ ഇരിക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. വീടുകൾ നിരാശയുടെയും ദുഃഖത്തിന്റെയും വാക്കുകളെ മാറ്റിയിട്ട് ദൈവവചനത്തിന്റെ ഒരു പ്രഖ്യാപനം വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയുന്നേ. പക്ഷെ നീ പറയണം. കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയും. നീ പറയണം. നീ വചനം പറയണം. വചനം പറയുന്നത് നീ പോയി കെട്ടിഞ്ഞാണ് ചാകാനൊന്നും അല്ല. വചനം പറയുന്നത് അത്ഭുതം. നീ നിന്റെ ഒന്നുമില്ലാത്തടത്ത് നീ വിതയ്ക്ക്. ഞാൻ നിനക്ക് 100 മേനിയുടെ കൊയ്ത്ത് തരുമെന്നാ പറഞ്ഞത്. ഞാൻ നിന്നെ സഹായിക്കുമെന്നാ വചനം പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാ വചനം പറയുന്നത്.
ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്നാണ്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനം പറയുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന വചനം പറയുന്നത്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ മുക്കത്തില്ല. ആമേൻ. അഗ്നി നിന്നെ നിന്റെ മേൽ കവിയത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവ് പെട്ടെന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കല്ല കയറുന്നേ. വചനം പറയും, നിങ്ങൾ വചനം കേൾക്കണം. പക്ഷെ ഇതിന്റെ അവസാനം വിടുതലുണ്ട്. യേശു വചനം പറഞ്ഞ് തീർന്ന ശേഷം, ചിലതൊക്കെ പറയാറുണ്ട്, അത് തീർന്ന ശേഷം പത്രോസിലേക്ക് തിരിഞ്ഞു. അവനോട് പറഞ്ഞു, ആഴത്തിൽ വല വീശുക. എനിക്കിതിനും ഒരു ദൂതുണ്ട് നിങ്ങൾക്ക് തരാൻ. ആഴത്തിൽ വല വീശുക, ആഴത്തിൽ വല വീശുക. അവിടെ അവൻ പറഞ്ഞു, അതാ രാത്രി മുഴുവൻ ധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കൈ ഉയർത്തി ആമേൻ പറയാമോ? പുരുഷാരത്തോട് സംസാരിച്ച ശേഷം യേശു പേഴ്സണലായിട്ട് പത്രോസിനോട് സംസാരിച്ചു. എനിക്കിതൊരു ദൂതാണ് നിങ്ങൾക്ക് തരാൻ. നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരോടും ദൈവം സംസാരിക്കുന്നത് കേട്ട് നിങ്ങൾ പോകരുത്. അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൈവശബ്ദം നിങ്ങൾ പ്രാപിച്ചിരിക്കണം. ആമേൻ. ഇവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ടൊരു എല്ലാവരോടും കർത്താവ് സംസാരിച്ചു. പക്ഷേ പത്രോസ് അത് മുഴുവനായി കേട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവന്റെ നേർക്ക് വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു, നീ ആഴത്തിൽ. ഞാൻ നിങ്ങളോട് പറയാം, കോമൺ ആയിട്ട് എല്ലാവരോടും ദൈവം സംസാരിക്കുന്നത് കേട്ട് പോകരുത്. നീ അതിൻ്റെ ഇടയിൽ നിന്ന് നിനക്കുള്ള ഒരു വ്യക്തിപരമായ ദൈവശബ്ദം നീ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. 21 ദിവസം ഇവിടെ വന്നിരിക്കുകയാണ്. വെറുതെ വന്നിരുന്നിട്ട് ഭിത്തി കണ്ടോട്ട് പോകരുത്. കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് പോകരുത്. സ്തോത്രം. വീട്ടിലെങ്ങാണ്ടിരിക്കുവായിരുന്നെങ്കിൽ 2 മണിക്കൂർ നണ്ട് ഉറങ്ങുകയെങ്കിലും ചെയ്യായിരുന്നു. ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് പോകരുത്. ആമേൻ. ഇവിടെ വന്ന് 1-2 മണി, ഞാനിങ്ങനെ പറയാം, നിങ്ങളൊന്നും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ആമേൻ. പാസ്റ്റർ അങ്ങോട്ടൊക്കെ നോക്കുന്നു, ഒന്നുമല്ല. ഹല്ലേലൂയ. പിന്നെ ആർക്കെങ്കിലും അബദ്ധത്തിൽ വന്ന് കൊള്ളുവാണെങ്കിൽ കൊള്ളട്ടെന്ന് ഓർത്ത്, അവര് ഡീസന്റ് ആൾക്കാർ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. വെറുതെ വന്ന് ഇരുന്നിട്ട് പോകരുത്. നിങ്ങൾ ഈ ഇരിക്കുന്ന സമയം മുതലാക്കണം. കേട്ടില്ല? ഈ ഇരിക്കുന്ന സമയം എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയിൽ നിന്ന് എനിക്കൊരു ദൈവശബ്ദമുണ്ടാകണം. പലരും വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കാതെ ഒരു പ്രസംഗം കേട്ടാ പോകുന്നേ. ഹല്ലേലൂയ. കേട്ടില്ല? പലരും ഒരു പ്രസംഗം കേട്ടാ പോകുന്നേ. പലരും ദൈവശബ്ദം കേൾക്കുന്നില്ല. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, പലരും ഒരു യോഗത്തിനകത്ത് കയറി ഒരു പ്രസംഗം കേട്ടാ പോകുന്നേ. പക്ഷേ നീ അങ്ങനെ പോകരുത്. ആ പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ദൈവശബ്ദം കേട്ടിട്ടേ നീ പോകാവൂ. വചനം ഇങ്ങനെ പറയുന്നു, എന്റെ ആടുകൾ ശബ്ദം കേൾക്കും, അവരകത്ത് വരികയും പുറത്ത് പോവുകയും ചെയ്യും. കേട്ടില്ല? ശബ്ദം കേൾക്കും. ശബ്ദം, ദൈവശബ്ദം കേൾക്കണം. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. ദൈവത്തിൽ നിന്ന് ഇൻഡിവിജ്വലായി നിങ്ങളെക്കുറിച്ചുള്ള ദൈവപദ്ധതി നിങ്ങൾ കേൾക്കണം. എവിടെ വല വീശണം, എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് നിങ്ങൾ കേൾക്കുവാൻ പഠിക്കണം. മിണ്ടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. രാമൻ പറയുന്നു, മിണ്ടുന്ന ദൈവമാണ്. കോമണായൊരു പ്രസംഗം നടന്നു, കോമണായി വചനം നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് വ്യക്തിപരമായി ഒരു ദൈവശബ്ദം അവൻ പ്രാപിച്ചു. ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, വ്യക്തിപരമായി
ദൈവം നിന്നോട് സംസാരിക്കുന്ന ഒരു നിലയിൽ നീ നിന്റെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പൊക്കണം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം ഡെയിലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നിന്റെ ശബ്ദം നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തോടുമുള്ള ദൈവത്തിന്റെ വ്യക്തിപരമായ ശബ്ദം, അത് നീ കേൾക്കണം. അത് കേട്ട് നീ വല വീശിയാൽ പെരുത്ത മീൻകൂട്ടങ്ങൾ നിന്റെ വലയിൽ അകപ്പെടും. ഹല്ലേലൂയ. കാതുകൾ തുറക്കപ്പെടട്ടെ, കാതുകൾ തുറക്കപ്പെടട്ടെ. ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കാതുകൾ തുറക്കപ്പെടട്ടെ. എന്തൊക്കെയോ ഇവിടെ ദൈവം ചെയ്യുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്നുള്ള ദൈവശബ്ദം ശമൂവേൽ കേട്ടതുപോലെ വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ ജനത്തിൽ ചിലരെ ദൈവം ഇന്ന് വേർതിരിക്കുകയാണ്. കൈകളെ ഉയർത്തി യേശുവിന് ഒരു ആരാധന കൊടുക്കുക. ആമേൻ, ആമേൻ. കോമണായി ഒരു പ്രസംഗം കേട്ട് പത്രോസ് തൃപ്തനായില്ല. അത് കഴിഞ്ഞവൻ വ്യക്തിപരമായി ഒരു ദൈവശബ്ദം. എത്ര പേർ അതിനെ ആഗ്രഹിക്കുന്നു? പോരാ, എത്ര പേർ അതിനെ ആഗ്രഹിക്കുന്നു? എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പ്രവാചകൻ വരുമ്പോൾ തന്നെ കണ്ണുനീരൊഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ദൈവത്തോട് പറയണേ, എന്നോട് സംസാരിക്കണേ, എന്നോട് സംസാരിക്കണമേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് സംസാരിക്കണമേ. മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും ദൈവം നിന്നോട് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആമേൻ പറഞ്ഞില്ല? മറ്റാരോട് സംസാരിക്കുന്നതിനെക്കാട്ടിലും നിന്നോട് സംസാരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആണോ? നിന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവം ഒരു പ്രവാചകനെ മുഴുവൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്നെ അറിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ പറയുന്നു. നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഒരു പ്രവാചകനെ മുഴുവൻ അറിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇല്ലെന്ന് കുറച്ച്. അതുകൊണ്ട് വചനം പറഞ്ഞ ഭാഗമായി കുറെ കാര്യങ്ങൾ പക്ഷെ നിന്നോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. കർത്താവ് അനന്യാസിനോട് നീ പോക, മതി. വായിച്ചങ്ങ് വിട്ടുപോയി, അതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. അനന്യാസിന് ശൗലിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ശൗൽ കൊള്ളത്തില്ല, അങ്ങനെ നമുക്കൊക്കെ ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ ചില വ്യക്തികളെ കുറിച്ച്. ഇല്ലല്ലേ? നല്ലവര്, സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനന്യാസിനുണ്ട്, പക്ഷെ നിങ്ങൾക്കില്ലാത്തതിന് സ്തോത്രം. എന്നെ കുറിച്ചൊക്കെ എത്ര തെറ്റിദ്ധാരണ ഉണ്ടെന്ന് അറിയോ? നല്ലൊരു ചെറുക്കനായിരുന്നു, മൊത്തം പോയെന്ന് പറഞ്ഞു. കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. അനന്യാസിനെ കുറിച്ച്, ശൗലിനെ കുറിച്ച് അനന്യാസിന് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ദൈവം അനന്യാസിനോട് പറയുക, നീ പോ. ആരുടെയും ഹൃദയത്തിനകത്ത് കയറി നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊന്നും നിങ്ങൾ തിരുത്താൻ നിൽക്കണ്ട. ദൈവം തിരുത്തിക്കൊള്ളും. കേട്ടില്ല? നമ്മൾ ചില വിഷയങ്ങൾ ന്യായീകരിച്ച് അത് കുളവായി പോകും, അല്ലേ? ഒത്തിരി ന്യായീകരിച്ച് കഴിയുമ്പോൾ തന്നെ അവസാനം അവർക്ക് കാര്യം മനസ്സിലാവും,
ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവും. ചിലയിടത്തൊക്കെ നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആമേൻ പറഞ്ഞ സംസാരിക്കും. അനന്യാസിന് ചില തെറ്റിദ്ധാരണകൾ ശൗലിനെ കുറിച്ചുണ്ട്. പക്ഷെ അവന്റെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ അവന്റെ പ്രെയർ റൂമിൽ ദൈവം ചെന്നിട്ട് പറഞ്ഞു, നീ പോ, നീ ചിന്തിക്കുന്ന ആളൊന്നും അല്ല അദ്ദേഹം. ഞാൻ അവനെ മാറ്റിയിരിക്കുന്നു. അവനിലൂടെ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോവാന്ന് നിനക്കറിയാമോ? വായിച്ചേ വാക്യം. അവൻ എൻ്റെ നാമത്തിൽ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അത്രേ കൊടുത്തുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ, ചെറിയൊരു ക്ലൂ കൊടുത്തു. ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും. നിന്റെ പ്ലേസ് ദൈവം വർദ്ധിപ്പിക്കും കേട്ടോ. ആമേൻ പറഞ്ഞില്ല? നിന്റെ സർക്കിൾ ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ ടെറിറ്ററി ദൈവം വർദ്ധിപ്പിക്കും. ആമേൻ പറഞ്ഞാട്ടെ. നിന്നെ കളിയാക്കുന്ന ഇസ്രായേലിന്റെ ഇടയിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. നിന്നെ പിടിച്ചു കെട്ടുന്ന രാജാക്കന്മാരുടെ നടുവിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഒന്നും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഞാനിന്നൊരു പ്രവചനമായിട്ട് ഈ ദൂതനെ ഇവിടെ കൈമാറുകയാണ്. ഞാനും അത് സ്വീകരിക്കുക. എല്ലായിടത്തും ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നീ സ്വാധീനിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാകത്തില്ല. നിന്റെ ദൂത് തൊടാത്ത ഒരു ഇടവും ഉണ്ടാകത്തില്ല. നിന്റെ ശുശ്രൂഷകൾ സ്പർശിക്കാത്ത ഒരു ജാതിയും ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചില പരിധികളും പരിമിതികളും ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം ഇടിച്ചു കളയുകയാണ്. എല്ലായിടത്തേക്കും നിനക്ക് ആക്സസ് ദൈവം തരാൻ പോകുകയാണ്. ദൈവജനമേ, വിശക്തന്മാരെ, ദൂതേറ്റെടുക്കുക. ഞാൻ നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടി അടിക്കും. നീ ഇടത്തോട്ടും വലത്തോട്ടും നീ പരക്കും. നിന്റെ ബൗണ്ടറികളെ ദൈവം വിശാലമാക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ഒരു പേരാ വിശാലതയുടെ ദൈവം, അല്ല വിശാലമാക്കുന്ന ദൈവം. യബ്ബേസിന്റെ അതിരുകളെ വിശാലമാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ദൈവമാണെങ്കിൽ കൈ ഉയർത്തി ഒരു ആമേൻ പറ. എനിക്കിതൊന്നും വേണ്ട ഭർത്താവേ, അതുകൊണ്ടാ നിന്റെ വീടിന്റെ മുറ്റം വരെ മറ്റേ ആൾക്കാരെ ഒന്ന് വാങ്ങിയത്. നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ആരും ആമേൻ പറഞ്ഞില്ല. നിന്റെ ബെഡ്റൂമിനകത്ത് പോലും നിനക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റാത്തവെന്ന ഗതി എന്താ? പലതും കേട്ടുകൊണ്ട് നീ ശാസിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ നിന്റെ അതിരുകളെ വിശാലമാക്കും. ആമേൻ പറഞ്ഞില്ലേ? ഞാൻ നിന്റെ അതിരുകളെ നാമേൻ പറഞ്ഞ് ഏറ്റെടുത്തട്ടെ. എല്ലായിടത്തും ഒരു വിശാലത വ്യാപരിക്കട്ടെ. എല്ലായിടത്തും ഒരു വിശാലത. കൈകളെ തട്ടി ദൂത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കും മക്കളെ. ഭൂമിയെ കൈവശമാക്കുക. എനിക്ക് വേണ്ട ബ്രദറെ, എനിക്ക് വേണ്ട ബ്രദറെ, എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ നീ അത് വാങ്ങി ദൈവരാജ്യത്തിന് കൊടുക്ക്. കേട്ടില്ല? നീ 5 സെന്റിനകത്ത് കിടന്നോ, നീ ദൈവരാജ്യത്തിന് കൊടുക്ക്. സഭ വളരട്ടെന്നേ. ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. എനിക്കറിയില്ല, എവിടേക്കോ ദൈവം തൊടുകയാ. ശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ എന്താ മറ്റു പല വിഷയങ്ങളെ തൊടാത്തെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തൊടാത്ത. തേജസ്സും
കർത്താവിന്റെ വരവും ഒക്കെ ഞാനിപ്പോൾ പറയാത്ത കാര്യം അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ഒരു ദൈവത്തിന്റെ വിടുതൽ ആവശ്യമുണ്ട്. ദൈവം വാഞ്ചിക്കുന്നു. സ്വീകരിക്കാം. ഏറ്റെടുക്കുന്ന ഒരു രാമയും പറഞ്ഞാട്ടെ. നിന്റെ ടെറിട്ടറിയ ദൈവം വിശാലമാക്കാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞത്, തലകുനിഞ്ഞ് കൂടാരത്തിലിരിക്കുമ്പം അബ്രഹാമിനോട് പറഞ്ഞു, നീ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വാ. കേട്ടില്ല? നീ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വാ. നീ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നീ നോക്ക്, നീ കാണുന്നെല്ലാം ഞാൻ തരും. നീ നടക്ക്, നീ ഉള്ളങ്കാൽ ചവിട്ടുന്നതെല്ലാം എന്ന് പറഞ്ഞ തരാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം തരത്തുള്ളൂ. കേട്ടില്ല? നിന്റെ ഉറക്കെ പറഞ്ഞേ, കാഴ്ചപ്പാടനുസരിച്ച്. നിന്റെ കാഴ്ചപ്പാട് വളരെ ഞെരുക്കമാണോ? അങ്ങനെ ദൈവം തരത്തുള്ളൂ. പൗലോസിന്റെ വാക്കിൽ ഹൃദയവിശാലതയുള്ളവരായിരിക്കുക. ആമേൻ. 2 കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇതൊരു ഭയങ്കര ഡെലിവറൻസ് നടക്കും. ആമേൻ. ഒന്നും വേണ്ടെന്നും പറയുകയും ചെയ്യും. അടുത്തൊരുത്തിന് അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുശുമ്പും കുന്നായ്മയും. സോറി, പൊതുവിലേക്ക് പറയാ കേട്ടോ. ഹല്ലേലൂയ. നീ അതിനെ പോലെ അനുഗ്രഹിക്കപ്പെടും. പിന്നെ എന്തിനാ കുശുമ്പ? ഭാര്യ വിതറിക്കൊടുക്കുന്നൊരു ദൈവം. എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ പറയുകയാണ് ദൈവം. എല്ലായിടത്തും ഫ്രീഡം അനുഭവിക്കുക. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ ദൂതയ്ക്കിന് പറഞ്ഞപ്പോൾ അനന്യാസിനോട് പറയുക, അവൻ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും, ആമേൻ, ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ, എന്ത് വഹിപ്പാനാണ്? ഒരു പാത്രമാണ്. ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. ഒരു ചെറിയൊരു ക്ലൂവേ കൊടുത്തോളൂ. എന്നിട്ട് അടുത്ത വാക്കുണ്ടോ? എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തൊക്കെ കഷ്ടം അനുഭവിക്കുമെന്ന് ഞാൻ അവനെയാ കാണിക്കുന്നത്. കേട്ടില്ല? പ്രവാചകനെ അല്ല കാണിക്കുന്നത്, അവനെ കാണിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എന്ത് വരുന്നുണ്ടെന്ന് നിന്നെ കാണിക്കാൻ ദൈവം ഇരിക്കുക. നീ എവിടെ എത്തുമെന്ന് കാണിക്കാൻ ദൈവം ഇരിക്കുക. കൈ ഉയർത്തി ദൈവമക്കളെ ഒന്ന് സ്തോത്രം പറ. നിന്നെ ചിലത് കാണിക്കും, നിന്നെ ചിലത് കേൾപ്പിക്കും. നിന്റെ ഡയറക്ഷൻസുകൾ ദൈവം നിനക്ക് തരാൻ പോകയാ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. തീവ്രമായ ദൈവത്തിന്റെ ഇടപെടലുകൾ. നിങ്ങൾ എത്ര പേർ ദൈവശബ്ദം കേൾക്കുന്നു? കോമണായി ദൈവം ജനത്തോട് സംസാരിച്ച ശേഷം പത്രോസിനോട് പേഴ്സണലായി സംസാരിക്കുക. വല ആഴത്തിലേക്ക് നീക്കിയിടുക. പേഴ്സണലായിട്ടുള്ള ദൈവശബ്ദമാണ് അത്ഭുതങ്ങളിലേക്ക് നടത്തുന്നത്. അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നിന്റെ വാക്കിന് വല ഇറക്കാം. നിന്റെ വാക്കിന് വല ഇറക്കാം. ഇനിയാണ് ഞാൻ ആ വാക്കാണ് നിങ്ങളുമായി പറയാൻ ആഗ്രഹിച്ചത്. വചനം കേട്ടവൻ, വ്യക്തിപരമായ ദൈവശബ്ദം കേട്ടവൻ. അടുത്ത വചനം പറയുന്നു, ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി, പടക് മുങ്ങാറായി. കീറിയുമില്ല, മുങ്ങിയില്ല. കേട്ടില്ല? കീറിയില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, കീറിയില്ല. ദൈവം നിനക്ക് തരുന്നത് നിന്നെ മുക്കത്തുമില്ല, നിന്നെ കീറത്തുമില്ല. കീറിയില്ല, മുങ്ങിയില്ല. ആമേൻ. തകർക്കുന്ന ഒന്നും ദൈവം തരത്തില്ല. കൈകൾ ഉയർത്തി ആമേൻ പറ. ഒന്നും തരത്തില്ല. പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത വാക്ക്. ഇല്ലല്ലോ, അതിന് തൊട്ട് മുമ്പ് ഒരു വാക്യം ഉണ്ടല്ലോ.
ആ ആ ആ ആ ആ ആ ആ. ഓക്കെ, അവിടെ ഒരു വാക്കുണ്ട്, പത്രോസ് സംഭ്രമിച്ചു. ഒരു വാക്യമുണ്ടോ അതിനകത്ത്? ആ വാക്യം കിട്ടിയില്ലല്ലോ. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവരോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോയി. കർത്താവും നീയുമായിട്ട് കൈ കൊടുത്താൽ ആശ്ചര്യപ്പെടും. കേട്ടില്ല. കറണ്ടേ ചെന്ന് തൊട്ടിട്ട് കറണ്ട് അടിക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം കണക്ഷനും ഇല്ല, സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലെന്നാ. കേട്ടില്ല. ആരുമില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കറണ്ടേ പോയി തൊട്ടിട്ട് കറണ്ട് അടിച്ചില്ലെങ്കിൽ, കത്തിയില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കണക്ഷനും ഇല്ല, കരണ്ടും ഇല്ല, വെറും ഒരു വള്ളിക്ക് മാത്രമേ ഉള്ളൂ. ദൈവമായിട്ട് നീ കണക്ട് ചെയ്ത സംഭവം എല്ലാം തിരിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്നലെ തുടർന്നതുപോലെ തന്നെ ഇന്ന് തുടരുകയാണെങ്കിൽ പിന്നെ യേശുവിനെ നീ എന്തിനാണ് അനുഗമിക്കുന്നത്? ജീവിതം തലകീഴെ മറിയും. ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിയിരിക്കും, അല്ല മാറ്റം വന്നിരിക്കും. കാരണം നീ തൊടുന്നത് അത്ഭുതങ്ങളുടെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവുമായിട്ടാണ് നീ കണക്റ്റഡ് ആകുന്നേ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, നീയും യേശുവും തമ്മിൽ കണക്റ്റ് ആയാൽ നീ അതിശയപ്പെടും. അതിശയപ്പെടും. എന്താ ഒന്ന് ഏറ്റെടുക്കാത്ത? നീയും യേശുവും തമ്മിൽ ഒന്ന് കണക്റ്റ് ആയാൽ, യേശുവിന്റെ വചനം നീ കേട്ടാൽ, യേശുവിന്റെ ശബ്ദം നീ കേട്ടാൽ, യേശു നിന്റെ പടകിൽ കയറിയാൽ, യേശു നിന്റെ വീട്ടിൽ കയറിയാൽ, നീ അതിശയിക്കുന്ന കാര്യങ്ങൾ, ആമേൻ പറ, അതിശയിക്കുന്ന കാര്യങ്ങൾ നടക്കും. അതിശയിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടക്കാത്ത ചില വലിയ വിടുതലുകൾ നീ കാണുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. നിങ്ങൾ കേട്ടിട്ടാണോ കൈയടിക്കണേ? വിശ്വസിച്ചിട്ടാണോ കൈയടിക്കണേ? ആമേൻ, ആമേൻ. ചെയ്യുവാണെ ചെയ്യട്ടെ, നടക്കുവാണെ നടക്കട്ടെ. ഞാനൊന്നും പറഞ്ഞ് വെറുതെ നടന്ന സമയം കാലിലെ ചെരുപ്പ് തീർക്കരുത് കേട്ടോ. ആമേൻ. അത്ഭുതങ്ങളുടെ ദൈവമായിട്ടാണ് നീ കൂട്ടിമുട്ടുന്നത്. പോരല്ലോ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവമായിട്ടാണ് നീ കൂട്ടുമുട്ടുന്നേ. അത്ഭുതങ്ങളുടെ ദൈവമായിട്ടാണ് നീ കൂട്ടുമുട്ടുന്നേ. അത്ഭുതങ്ങളുടെ ദൈവമായിട്ടാണ് നീ കൂട്ടിമുട്ടുന്നത്. അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നിന്റെ പടകിൽ. വഴികൾ തുറക്കുന്ന ദൈവമാണ് നിന്റെ പടകിൽ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് നിന്റെ പടകിൽ. ഒന്നുമില്ലാത്തിടത്ത് നിന്ന് സകലവും ഉത്ഭവിപ്പിക്കുന്നവനാണ് നിന്റെ പടകിൽ. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കും. ഇന്ന് നിന്റെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നിന്റെ ശരീരത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് അത് ചെയ്യും. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ ഒരാഴ്ചയിൽ 15 മിനിറ്റ് ടെസ്റ്റ് മണി മാത്രം പറയാനാ. കർത്താവ് നല്ലവനാണ്, വല്ലവനാണ്, ഇത് പറയാനല്ല. ടെസ്റ്റ് മണി മാത്രം പറയാൻ. കണ്ണ് തുറന്നു, ആമേൻ ആമേൻ, നടന്നു, ചെവി കേട്ടു, ഇത് പറയാൻ 15 മിനിറ്റ് എടുക്കും. ആമേൻ. കാരണം അവർ അത് വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു. കേട്ടില്ല? അവരത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. കേട്ടില്ല? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്.
ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. അത് ചിലരുടെ മേൽ അടിക്കുകയാണ്. അത് ചിലരുടെ മേൽ അടിക്കുകയാണ്. ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടി സ്ട്രോക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ ചർച്ചിലോട്ട് വന്നു. ആമേൻ. അവിടെ പറഞ്ഞു ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞു. സ്ട്രോക്ക് വന്നതാ മെഡിക്കൽ കോളേജിൽ നിന്ന്. അവിടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൾ കാല് വലിഞ്ഞ് ഹെമേൻ നടക്കാൻ മേലാതെ രണ്ടുപേർ താങ്ങി പിടിച്ച് കയറി വന്നു. ഹെമേൻ. വർഷിപ്പിനിടയ്ക്ക് ദൈവ സാന്നിധ്യം വന്നു. അവൾ ഇരിക്കുന്നിടത്ത് തെറിച്ചു. ഇത്രയും പൊക്കമുള്ള ഹെമേൻ സ്റ്റേജിലേക്ക് അവൾ ചാടിക്കേറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരല്ലോ, ഒരു ആമേൻ പറയാൻ പറ്റുക. ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റും. അതിശയങ്ങളുടെ ദൈവം ജീവിക്കുന്നെന്ന് എനിക്കറിയാം. ഇന്ന് കണ്ണുമടച്ച് ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറായാൽ രോഗങ്ങൾ അഴിയും, ഭൂതങ്ങൾ പുറത്തു പോകും, ബന്ധനങ്ങൾ തകരും, ഇല്ലാത്തതുണ്ടായി വരും. നീ ഒന്നുമില്ലെന്ന് പറഞ്ഞ ഇടത്ത് നീ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ തട്ടി ആമേൻ പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞിടത്ത്, ഒന്നുമില്ലെന്ന് പറഞ്ഞിടത്ത് ആമേൻ പറ. ഒന്നുമില്ലപ്പാ എന്ന് പറഞ്ഞിടത്ത് നിന്റെ പടക് നിറയും, നിന്റെ വല നിറയും, നിന്റെ കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഈ നാട്ടിൽ നിന്ന് രക്ഷയില്ല, ഈ സ്ഥലത്ത് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച സ്തോത്രം നഥനയേലിന് വേണ്ടി ദൈവം പറഞ്ഞു, നീ സ്വർഗം തുറക്കുന്നത് കാണും. കൈകളെ ഒന്ന് തട്ടി യേശുവിന് ഒരാരാധന. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, ഓ അത്ഭുതമായ നാമമേ, ഓ ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. Worship your holy name. Hallelujah. ശബ്ദം ഉയർത്തി യേശുവേ ഒന്ന് ഉറക്കെ വിളിച്ചേ, ഉറക്കെ വിളിച്ചേ. തീ പിടിച്ചേ പോകാവൂ. ചതഞ്ഞു ചുരുങ്ങി ജീവിക്കേണ്ട ജീവിതം അല്ല ഈ ജീവിതം. നീ രാജാവിനെ പോലെ ജീവിക്കേണ്ടവനാ. നീ തലകുനിച്ച് ജീവിക്കേണ്ട ജീവിതമല്ല ഈ ജീവിതം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. The mighty name of Jesus. ഞെരുക്കത്തിന്റെ പൈശാചിക മണ്ഡലങ്ങൾ, തകർച്ചയുടെ പൈശാചിക മണ്ഡലങ്ങൾ, അബ്രഹാമിനെ പോലെ തലകുനിച്ച് കൂടാരത്തിൽ ഒളിച്ചിരിക്കുന്ന നിന്നെ ഇരുത്തിരിക്കുന്ന ചില നഷ്ടങ്ങൾ ഇന്ന് രാത്രിയിൽ പൊട്ടിമാറട്ടെ.